ഇതിൽ കമ്പാഷൻ അല്ലെങ്കിൽ അനുകമ്പ എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ടൊരു മൂല്യമാണ്. അപ്പോൾ ഹെൽത്ത് കെയറിൽ പ്രത്യേകിച്ചും നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതും വളരെ കമ്പാഷനറ്റായിട്ട് നമ്മളോട് ഇടപഴകുന്ന ഒരു ഡോക്ടർ, വളരെ എംപത്തറ്റിക്കായി നമ്മളെ കേൾക്കുകയും നമ്മളെ കാണുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്ന ഒരു ആരോഗ്യ സംവിധാനം, ഇതെല്ലാം നമ്മുടെ ഒരു ആഗ്രഹമാണ്. അതേസമയം പലപ്പോഴും നമുക്ക് ഒരു രോഗി എന്ന രീതിയിൽ അത് എപ്പോഴും പ്രാപ്യമായി കൊള്ളണമെന്നില്ല. എന്നാൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ്. രോഗി പരിചരണത്തിലും രോഗശാന്തിക്കൊക്കെ വളരെ ഗുണപരമായിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. അപ്പം ഇങ്ങനെ ഒരു കാര്യം ഒരു പ്രാക്ടീസിങ് ഡോക്ടർ എന്നുള്ളൊരു ഈ സംവിധാനത്തിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഒരാൾ എന്നുള്ള രീതിയിൽ എല്ലാ കാലത്തും വ്യക്തിപരമായിട്ട് എനിക്കൊരു കൺസേൺ ആയിരുന്നു. നമ്മൾ എല്ലാവരോടും അനുകമ്പയോടുകൂടി പെരുമാറണം എന്നുള്ളൊരു ആഗ്രഹം എന്നെപ്പോലെ തന്നെ ഈ പ്രൊഫഷനിലുള്ള ഒരുപാട് ആളുകൾ ഷെയർ ചെയ്യുന്ന ഒരു കാര്യമാണ്. അതേസമയം ഒരു പ്രായോഗിക തലത്തിൽ അത് എത്രത്തോളം നമ്മളെ സ്വയം തൃപ്തി തരുന്നതും വേറൊരാൾക്ക് അനുഭവപ്പെടുന്നതായ രീതിയിൽ അതെങ്ങനെയാണ് അത് പ്രയോഗിക്കപ്പെടുന്നതെന്ന് നോക്കുമ്പോൾ അതിൽ വളരെയധികം വ്യത്യാസങ്ങളുണ്ട്. അത് വളരെ ഒരു തുറന്ന യാഥാർത്ഥ്യം തന്നെയാണ്. ആത്യന്തികമായിട്ട് മനുഷ്യനൊരു കമ്പാഷൻ ഉള്ളിലുള്ള ഒരു ജീവി തന്നെയാണ്. ഇവല്യൂഷണറി ആയിട്ട് നോക്കിയാലും നമ്മളൊരു കൂട്ടായ ഒരു സമൂഹം എന്നുള്ള രീതിയിൽ ഒരു മനുഷ്യരാശി വരുമ്പോൾ നമുക്ക് കമ്പാഷൻ അതിൽ ഇൻഹറൻ്റ് ആയിട്ടുണ്ട്. എന്നാൽ പലപ്പോഴും പ്രത്യേകിച്ചും ചികിത്സയുടെ കാര്യത്തിൽ കമ്പാഷൻ ഒരു വ്യക്തിപരമായ ഒരു മൂല്യം എന്നുള്ള രീതിയിലാണ് പലപ്പോഴും മനസ്സിലാക്കപ്പെടുന്നത്. ഇപ്പോൾ നമ്മൾ പറയുമല്ലോ, ആ ഡോക്ടർ വളരെ അനുകമ്പയുള്ള, വളരെ ദയയുള്ള, വളരെ നല്ലൊരു ഡോക്ടറാണെന്നൊക്കെ ഒരു പേഷ്യൻ്റ് പറയുമ്പോൾ അത് ആ ഡോക്ടറുടെ ഒരു പേഴ്സണൽ വെർച്യൂ എന്നുള്ള രീതിയിലാണ് പലപ്പോഴും ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളതും അനുഭവിച്ചിട്ടുള്ളതും. പക്ഷേ അതിലപ്പുറം ഒരു വ്യക്തിപരമായ മൂല്യം എന്നുള്ളതിനപ്പുറം ഇതൊരു സിസ്റ്റമിക് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിൻ്റെ ഒരു ഭാഗമാക്കാൻ പറ്റുമോ? അങ്ങനെ പറ്റിയെങ്കിൽ മാത്രമേ നമുക്കൊരു പബ്ലിക് ഹെൽത്ത് ഡിസ്കോഴ്സിൻ്റെ ഡൊമൈനിലേക്ക് അത് ഒരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടൂളായിട്ട് കിടക്കുന്നുള്ളൂ. ലോകാരോഗ്യ സംഘടന ഈ കമ്പാഷനറ്റ് ഹെൽത്ത് കെയർ എന്നുള്ള ഒരു ആശയം മുൻനിർത്തി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അൽമ അറ്റ കോൺഫറൻസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട പ്രാഥമികാരോഗ്യ രംഗത്തെ വളരെ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങളും ചില സജഷൻസും മുന്നോട്ട് വെച്ച ഒരു കോൺഫറൻസാണ്. അതുപോലെ 2018 അസ്താന സമ്മേളനം നമ്മളുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസിൻ്റെ ഭാഗം. ഇങ്ങനെ ഇത്തരം കാര്യങ്ങളിലൊക്കെ ക്വാളിറ്റി ഹെൽത്ത് കെയർ വിച്ച് ഇസ് സേഫ്, അഫോർഡബിൾ, ആക്സസിബിൾ, which is given by professional, trained ആയിട്ടുള്ള ഹെൽത്ത് വർക്കേഴ്സ് വിത്ത് കമ്മിറ്റ്മെൻറ്റ് ആൻഡ് ഡെഡിക്കേഷൻ. ഇതൊക്കെ ഓരോ രോഗിയുടെയും രോഗി എവിടെയായിരുന്നാലും ഏത് തരം വിഭാഗത്തിൽപ്പെട്ട ആളായാലും അയാളുടെ പ്രാഥമികമായിട്ടുള്ള അവകാശമാണ് എന്നുള്ള രീതിയിലുള്ള ഒരു തിരിച്ചറിവ്, ഒരു ഡിക്ലറേഷൻ തന്നെ അസ്താന കോൺഫറൻസിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് കമ്പാഷൻ ഇതിൽ ഹെൽത്ത് കെയറിൽ ഉൾച്ചേർന്നിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് എന്നത് ലോകാരോഗ്യ സംഘടനയും മറ്റ് സംഘടനകളും അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. പ്രൈമറി ഹെൽത്ത് കെയർ സിസ്റ്റം സ്ട്രെങ്തൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ശ്രമങ്ങളും ഒരുപാട് റിസർച്ചും ഇതിൽ നടന്നിട്ടുണ്ട്. അപ്പം ഈ റിസർച്ചുകളുടെ എല്ലാം ഉദ്ദേശം നമ്മൾ എങ്ങനെ ഒരു ടുവേർഡ്സ് ഒരു ഫുൾ പ്രൂഫ് ആയിട്ടുള്ള സിസ്റ്റത്തിലേക്ക് പോകാം, എങ്ങനെ നമുക്ക് നമ്മളുടെ ചികിത്സാ രീതികളെ ഒരു സ്ട്രീം ലൈൻ ചെയ്ത് രോഗിക്കും സമൂഹത്തിനും ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റും, ഇങ്ങനെയുള്ള ഒരുപാട് റിസർച്ചും ആ രീതിയിൽ നടന്നിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ ഇത്തരം കാര്യങ്ങളൊക്കെ പ്രോട്ടോക്കോൾ ബേസ്ഡ് ആയിട്ടുള്ള ഗൈഡ് ലൈൻസും അത് ഇപ്പോൾ മോഡേൺ മെഡിസിനെ സംബന്ധിച്ചാണെന്ന് വെച്ചാൽ എല്ലാ സ്പെഷ്യാലിറ്റികൾക്കും വളരെ ഇത്തരത്തിലുള്ള ഗൈഡ് ലൈൻസും പ്രോട്ടോക്കോൾസും നിലവിലുണ്ട്. അത് കടലാസിലുണ്ടെങ്കിലും അതൊരു ഗ്രാസ് റൂട്ട് ലെവലിലേക്കോ അല്ലെങ്കിൽ പ്രായോഗിക തലത്തിലേക്കോ അത് പെർക്കുലേറ്റ് ചെയ്ത് അത് അവിടെ ആ കാര്യം നടക്കുക എന്നുള്ളത് പലപ്പോഴും വളരെ 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 കുറവാണ്.
അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങൾ നമുക്ക് വേണ്ട രീതിയിൽ നമുക്ക് കടലാസിലുണ്ടെങ്കിലും നമുക്കൊരു ഗ്രൗണ്ട് റിയാലിറ്റിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റാത്തത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അത് ഓരോ ലെവലിൽ കടന്നു പോകുമ്പോഴും അതിൻ്റെ ഒരു കണ്ടൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡൈല്യൂഷൻ സംഭവിക്കുന്നത് എന്നുള്ളതെല്ലാം വളരെ ചിന്തനീയമായിട്ടുള്ള കാരണങ്ങളാണ്. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഒരു മനുഷ്യനോട് വളരെ സ്വാഭാവികമായിട്ട് പെരുമാറുന്ന പോലെ വേറൊരാളോട് പെരുമാറാൻ നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. നമ്മളെല്ലാവരും അങ്ങനെ ഒരു ബേസിക്കലി അങ്ങനെ ഒരു ഡിസൈൻ നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷെ അതിന് പ്രാവർത്തികമാക്കാൻ പറ്റാത്തത് പലപ്പോഴും അതിനുള്ള ഒരുപാട് ബാരിയേഴ്സ് ഉണ്ട്. ഈ ബാരിയേഴ്സിലപ്പുറം നോക്കുമ്പോൾ നമുക്കത് അനുകമ്പ, രോഗം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ള പൊസിഷനാണ്. എൻ്റെ ജീവനോ അല്ലെങ്കിൽ എൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫിനെയോ ബാധിക്കുന്ന ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ളൊരു പോയിന്റിലാണ് ഒരാൾ ചികിത്സ തേടി വരുന്നത്. ആ പോയിന്റിൽ നമുക്ക് അനുകമ്പയോ കമ്പാഷനറ്റ് ആയിട്ട് പെരുമാറാൻ ഉള്ളൊരു സിസ്റ്റം വളരെ വളരെ ആവശ്യമാണ് എന്നുള്ളൊരു തോന്നലിൽ നിന്നാണ് ഈ WHO ഈ ലഘുരേഖ നമ്മളതൊരു ട്രാൻസ്ലേഷൻ വേണം. നമുക്ക് കേരളത്തിലെ ആരോഗ്യ വ്യവസ്ഥയെക്കുറിച്ചും അതിൽ അനുകമ്പ എന്നുള്ളൊരു, അല്ലെങ്കിൽ അനുകമ്പ എന്നുള്ള വാക്ക് ഉപയോഗിക്കുമ്പോൾ തന്നെ കമ്പാഷനാണ് ഇംഗ്ലീഷ് വാക്ക്. അപ്പോൾ അത്തരം ഒരു അർത്ഥം നൽകുന്ന നമുക്ക് മറ്റു വാക്കുകൾ എൻ്റെ മുന്നിൽ വന്നത് സഹാനുഭൂതി, നമുക്ക് അൻപ്, അത്തരം വാക്കുകളുണ്ട്. പക്ഷെ എന്നാലും കമ്പാഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്ന ഒരു എമ്പതിയോടൊപ്പം ഒരു ആക്ഷനും ഉണ്ട്, അതിൽ ഒരു ഏജൻസി ഉണ്ട്. അതായത് നമുക്ക് ഒരാളോട് തോന്നുന്ന സഹാനുഭൂതിയെ പ്രാവർത്തികമാക്കാനുള്ള ഒരു ആക്ട് കൂടി കൊണ്ടിട്ടുണ്ട്. അപ്പം ഈ പരിഭാഷയിൽ ആ രീതിയിലാണ് അനുകമ്പ എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പം അനുകമ്പ ഹെൽത്ത് കെയറിൻ്റെ പലപ്പോഴും ഹെൽത്ത് കെയറിൽ അത് അനുകമ്പ ഉണ്ടെന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും എപ്പോഴും വളരെ അരികുവൽക്കരിക്കപ്പെടുന്ന ഒരു ഫാക്ടറാണ് അനുകമ്പ. പക്ഷെ അനുകമ്പ ഒരു പാർശ്വവൽക്കരിക്കപ്പെടേണ്ട സംഭവമല്ല, അതതിൻ്റെ കോർ ആണ്, അതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു വാല്യൂ ആണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഈ ഒരു ഇത്തരത്തിലുള്ള ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സിസ്റ്റമിക് ആയിട്ടുള്ള കമ്പാഷൻ്റെ ഇമ്പോർട്ടൻസ് ആക്ഷൻ ലെവലിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ പ്രാധാന്യം. അനുകമ്പ എന്നുള്ള അല്ലെങ്കിൽ കമ്പാഷൻ എങ്ങനെ നേരിട്ട് ഇതിൽ ഗുണഫലങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് ചോദിക്കുമ്പം ഇത് രണ്ട് തരത്തിൽ കാണാം. ഒന്ന് രോഗിയെ സംബന്ധിച്ചിട്ടുള്ള ഗുണങ്ങൾ, രണ്ട് ആരോഗ്യ പ്രവർത്തകരെ സംബന്ധിച്ചിട്ടുള്ള ഗുണങ്ങൾ, അതുപോലെ തന്നെ പൊതുവായിട്ടുള്ള സമൂഹത്തെ സംബന്ധിച്ചിട്ടുള്ള ഗുണങ്ങൾ. ഇതിൽ രോഗിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ വൾണറബിൾ ആയിട്ടുള്ളൊരു പൊസിഷനിലാണ് രോഗി ഒരു ഡോക്ടറെ കാണാനോ അല്ലെങ്കിൽ ഒരു ചികിത്സ തേടാനോ വരുന്നത്. ഒരു വളരെ ഐഡിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ കാണുകയാണെങ്കിൽ എൻ്റെ വേദന മറ്റാൾ അറിയുന്നുവെന്ന്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ വേദന അക്നോളജ് ചെയ്യപ്പെടുന്നു എന്നുള്ളത്, ഞാൻ ശ്രദ്ധിക്കപ്പെടുന്നു, ഐ എം സീൻ ആൻഡ് ഐ എം ഹേർഡ് എന്ന് പറയുന്ന ആ ഒരു ലെവൽ ഓഫ് ആക്സെപ്റ്റൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായും ഒരു ട്രസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് വളർന്നു വരാനായിട്ട് വളരെ വളരെ സഹായകമാണ്. നമ്മൾ പല ന്യൂറൽ സർക്യൂട്ട്സിനെ കുറിച്ചിട്ടുള്ള റിസർച്ചിലും വരുന്ന ഒരു കാര്യം, ഇത്തരം രീതിയിൽ കേൾക്കപ്പെടുകയും, സാധാരണ നമ്മൾ പറയില്ലേ, ടു സീ ദ അൺഷെഡ് ടിയർ, ടു ഹിയർ ദ അൺഹേർഡ്, ടു ഹിയർ ദ അൺസ്പോക്കൺ വേർഡ് എന്നൊക്കെ പറയുന്ന പോലെ രോഗി നമ്മളുടെ മുന്നിൽ വരുന്ന കുറച്ച് സമയത്തിൻ്റെ ഉള്ളിൽ രോഗി പറയാതെ തന്നെ നമ്മൾ അറിയുന്ന പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കുന്നു എന്നുള്ളൊരു തോന്നൽ രോഗിക്കുണ്ടെങ്കിൽ ആത്യന്തികമായിട്ട് മസ്തിഷ്കത്തിലെ റിവാർഡ് സെൻറ്റേഴ്സ് വളരെയധികം സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുന്നു എന്നും അത് രോഗശാന്തിക്കും രോഗിക്ക് പരിചരണത്തോടുള്ള എഡ്ഹറൻസ്, അതായത് കോംപ്ലയൻസ് കൂട്ടുന്നു, അതായത് രോഗപരിചരണത്തിനോടുള്ള അതനുസരിക്കാനുള്ള, ഇപ്പം മരുന്നുകൾ കൃത്യമായിട്ട് കഴിക്കണം, ഇന്ന രീതിയിൽ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം രോഗിയിൽ കൂടുതൽ ഉടലെടുക്കുകയും രോഗി അത് കൃത്യമായിട്ട് ചെയ്യുന്നതാണ് പല റിസർച്ചും പറയുന്നത്. അപ്പം ഇതിൻ്റെ അനുകമ്പയോടുള്ള ഒരു കമ്പാഷനറ്റ് ആയിട്ടുള്ള ഹെൽത്ത് കെയർ എക്സ്പീരിയൻസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം അങ്ങനെ വരുമ്പോൾ രോഗിക്ക് തന്നെയാണ്. പലപ്പോഴും ലിറ്ററേച്ചറിൽ പറയുന്നത് ഇത് രോഗത്തിൻ്റെ
കാഠിന്യം എന്തായാലും അത് രോഗി പെർസീവ് ചെയ്യുന്ന രീതിയിൽ മാറ്റം വരുത്തുകയും അത് രോഗശാന്തിയുടെ ഒരു കൂടുതൽ രോഗശാന്തിയിലേക്കുള്ള സാധ്യത കൂട്ടുകയും അല്ലെങ്കിൽ ഇതിൻ്റെ സഫറിങ്, ഇതിൻ്റെ ക്ലേശവും കഷ്ടപ്പാടുകളും വേദനയുടെ യു ഹാവ് പെയിൻ സ്കോർസ് ഉണ്ട്, ആ പെയിൻ സ്കോർസ് കുറയ്ക്കുകയൊക്കെ ചെയ്യുന്നു എന്നുള്ള ഒരുപാട് പഠനങ്ങളുണ്ട്. അപ്പം അത് രോഗിക്ക് നേരിട്ട് അനുഭവവേദ്യമാണ് അനുകമ്പ ഉൾച്ചേർന്നിട്ടുള്ള ഒരു ആരോഗ്യ സംവിധാനത്തിൻ്റെ ഗുണങ്ങൾ. അതേസമയം തിരിച്ച് നമ്മൾ നോക്കുമ്പോൾ ആരോഗ്യ പ്രവർത്തകന്, ഞാനിപ്പോൾ ഒരു ഉദാഹരണമായിട്ടൊരു ഡോക്ടറെ എടുക്കുമ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്ന രോഗിക്ക് ഏറ്റവും കമ്പാഷനറ്റ് ആയിട്ടുള്ള കെയർ എനിക്ക് കൊടുക്കാൻ പറ്റുമ്പോൾ അത് എൻ്റെ ന്യൂറോണൽ സർക്യൂട്ട്സിനെയും സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഐ ഓൾസോ ഫീൽ വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്. എനിക്കത് വളരെ തൊഴിൽപരമായിട്ടുള്ള വളരെ ഒരു സംതൃപ്തി, സാറ്റിസ്ഫാക്ഷൻ അത് നൽകുന്നുണ്ട്. അടുത്തൊരു രോഗിയെ കാണുമ്പോൾ കൂടുതൽ നന്നായി ഇടപഴകാനും അത് സഹായിക്കുന്നുണ്ട്. അപ്പം ഇത് ഞാൻ പറഞ്ഞ പോലെ ഇതൊരു വൺ വേ ട്രാഫിക് അല്ല, മ്യൂച്വലി നമുക്ക് വളരെയധികം ബെനിഫിഷ്യൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. പഴയ ഒരു രീതി അല്ലെങ്കിൽ മുമ്പ് നമ്മൾ അനുവർത്തിച്ചിരുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ രോഗിയും ഡോക്ടറും രണ്ട് പെഡസ്റ്റലിലാണ്. അതിലൊരു ഹൈറാർക്കിക്കലായിട്ടുള്ള റിലേഷൻഷിപ്പ് അവിടെ ഉണ്ട്. അത് പലപ്പോഴും ഡോക്ടർ രോഗിക്ക് നൽകുന്ന ഒരു ആരോഗ്യപരമായിട്ടുള്ള നിർദ്ദേശം ഒരു സോ കോൾഡ് പെറ്റേണലിസ്റ്റിക് ആയിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ നിന്നാണ്. അതായത് ഞാൻ രക്ഷിതാവും താങ്കൾ ഞാൻ രക്ഷിക്കപ്പെടേണ്ട ഒരാളും എന്നുള്ള രീതിയിൽ നിന്നുള്ളൊരു മോഡിൽ നിന്നുള്ള ഉപദേശങ്ങളുമാണ് ഒരുപാട് കാലമായിട്ട് നമ്മൾ അനുവർത്തിച്ചിട്ടുള്ളത്. അതിൻ്റേതായിട്ടുള്ള ഗുണഫലങ്ങളുണ്ട്, അതിൻ്റെ ഒരു ആക്സെപ്റ്റൻസ് ലെവലും വളരെ ഹൈ ആണ്. പക്ഷെ മാറുന്ന ലോകത്ത് ഇതൊരു തുല്യതയിൽ അധിഷ്ഠിതമായിട്ടുള്ള റിലേഷൻഷിപ്പിനും വളരെയധികം പ്രാധാന്യമുണ്ട്. ഇതുപോലെ ഇന്നത്തെ ലോകത്ത് വളരെ റെലവൻ്റ് ആണെന്ന് ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യമാണ് രോഗത്തെക്കുറിച്ച് അറിയാൻ, തൻ്റെ രോഗത്തെക്കുറിച്ച് അറിയാനുള്ള രോഗിയുടെ ഒരു അവകാശം. അതായത് രോഗികൾക്ക് തീർച്ചയായിട്ടും നമ്മളുടെ ഓരോരുത്തരുടെയും ശരീരത്തിൻ്റെ പ്രാഥമിക ഉത്തരവാദിത്വവും റൈറ്റും ഓരോരുത്തർക്കും തന്നെ ആയതിനാൽ എന്താണ് എൻ്റെ രോഗം, അതിൻ്റെ വിശദാംശങ്ങൾ എങ്ങനെയാണ്, ചികിത്സ വേണോ ചികിത്സ വേണ്ടയോ എന്നുള്ള കാര്യങ്ങളെല്ലാം നിശ്ചയിക്കാനുള്ള ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള അവകാശം രോഗിക്ക് തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ രോഗിയുടെ ഡിസിഷൻസ് വളരെ ക്രിട്ടിക്കലാണ്. ഈ ഡിസിഷൻസ് എത്രത്തോളം ഇൻഫോംഡ് ആക്കാം, അതായത് ഇൻഫോംഡ് ഡിസിഷൻ മേക്കിങ്ങിന് രോഗിയെ എത്രത്തോളം നമ്മൾ സഹായിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഒരു ഡോക്ടറുടെ ഒരു ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കർത്തവ്യം. അതായത് ഇത് എങ്ങനെയാണ് രോഗിക്ക് മനസ്സിലാവുന്ന ഒരു രീതിയിൽ ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, ഇതിൻ്റെ പാർശ്വഫലങ്ങൾ എങ്ങനെയാണ്, ഇത് രോഗം ചികിത്സിക്കാതിരുന്നാൽ എങ്ങനെയാണ്, ഇത്തരം കാര്യങ്ങളിൽ ഇൻഫർമേഷൻ കൊടുക്കും. പ്രത്യേകിച്ചും മലയാളി സമൂഹം വളരെ ഇൻഫർമേഷൻ സാവിയാണ്, കൂടുതൽ കാര്യങ്ങൾ അറിയാനുള്ള താല്പര്യം തീർച്ചയായിട്ടുണ്ട്. അപ്പം അത്തരം കാര്യങ്ങളെ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതുണ്ട്. അതും അനുകമ്പയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്ന രോഗി പലപ്പോഴും വളരെ പ്രശ്നമാണ്. കാരണം എന്താ വെച്ചാൽ ഒന്ന് നമുക്കത് ഒരു പ്രാക്ടിക്കൽ സിറ്റുവേഷനിലാണ് പറയുന്നത് കേട്ടോ, എപ്പോഴും നമ്മളത് സോൾവ് ചെയ്യാൻ ഉള്ളൊരു സാഹചര്യം, സമയപരിമിതി അത് നമുക്ക് ഉണ്ടാവണം എന്നില്ല. രണ്ടാമത്തത് കൂടുതൽ ചോദ്യം ചോദിക്കുന്ന രോഗിയോട് നമ്മൾ കൂടുതൽ ഇൻഫർമേഷൻ സീക്ക് ചെയ്യേണ്ടി വരും. അതിനെക്കുറിച്ച് വളരെ കൃത്യമായുള്ള പഠിച്ച് നമ്മളതിനോടുള്ള ഒരു റെസ്പോണ്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിലൊരു നമ്മളുടെ ഒരു കപ്പാസിറ്റി അല്ലെങ്കിൽ കോമ്പിറ്റൻസ് ഒരു ക്വസ്റ്റ്യനബിൾ ആവുന്ന കാര്യങ്ങളുണ്ട്. അപ്പം ഇത് ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണലിന് മനസ്സിൽ വരുന്ന ഒരു ഇൻസെക്യൂരിറ്റീസൊക്കെ ആയിരിക്കാം. പക്ഷെ അത് നമുക്ക് വളരെ കൃത്യമായിട്ട് അതിനെക്കുറിച്ചുള്ള അന്വേഷണവും രോഗിയോടുള്ള പ്രോപ്പർ കമ്മ്യൂണിക്കേഷനും തങ്ങളുടെ ഒരു ചുമതലയാണെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അതിലേക്ക് മൂവ് ചെയ്യാനും പറ്റും. അതും എംപത്തറ്റിക് അല്ലെങ്കിൽ കമ്പാഷനറ്റ് കമ്മ്യൂണിക്കേഷൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇമോഷണൽ ലേബർ എന്ന് പറഞ്ഞൊരു ടേം ഉണ്ട്. അതായത് ജോലിയിൽ ഏർപ്പെടുന്ന ഒരാൾ, സ്ഥിരമായിട്ട് ഒരേ ജോലി ചെയ്യുന്ന ഒരാൾ, നമ്മളെപ്പോഴും പറയില്ലേ, ഞാൻ ഒരു രോഗിയെ സംബന്ധിച്ച് രോഗിയുടെ പ്രശ്നമായിട്ട് രോഗി കാണുന്ന ആദ്യത്തെ ഡോക്ടറായിരിക്കും ഞാൻ. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാനൊരു ഓഫ്തൽമോളജിസ്റ്റാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്ന ആയിരക്കണക്കിന് തിമിര ശസ്ത്രക്രിയകളിൽ ഒന്ന് മാത്രമായിരിക്കും എന്നെ സംബന്ധിച്ച് ഈ രോഗിയുടെ ട്രീറ്റ്മെൻറ്റ്. അപ്പം നമ്മൾ വളരെയധികം റിപ്പീറ്റഡ് ആയിട്ട് ഒരേ ഒരു കാര്യം തന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഡോക്ടർമാരും മനുഷ്യന്മാരാണ്, നമുക്കതിൽ
ഒരു ബോറടി അല്ലെങ്കിൽ അതിൽ ഒരു ചെറിയൊരു മടുപ്പൊക്കെ തോന്നാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഓരോ രോഗിയെയും ആ രീതിയിൽ കൺസിഡർ ചെയ്യാനും ഇതെല്ലാ തൊഴിലിലും ഉണ്ട് കേട്ടോ. കൃത്യമായിട്ട് എല്ലാ ദിവസവും ക്യാഷ് ട്രാൻസാക്ഷൻ ചെയ്യുന്ന ഒരു ബാങ്കിലെ ക്ലർക്ക് മുതൽ ഒരേ പാഠഭാഗം തന്നെ വർഷങ്ങളായി പഠിപ്പിക്കുന്ന ഒരു അധ്യാപിക മുതൽ എല്ലാ തരത്തിലുള്ള ജോലിയിലും ഇത്തരത്തിലുള്ള ഒരു ഇമോഷണൽ ലേബർ എന്നാണ് അതിൻ്റെ ടേം, അങ്ങനെ വരുന്നുണ്ട്. പക്ഷെ ഇതെങ്ങനെയാണ് നമ്മൾ നേരിടുന്നത്? അതിൽ ആണ് നമുക്ക് നമ്മളുടെ ജോലിയുടെ കാര്യത്തിൽ എങ്ങനെയാണ് അത് ഓരോ ദിവസവും കൂടുതൽ ക്രിയേറ്റീവായിട്ട് എങ്ങനെ ചെയ്യാം. അത് ചെറിയ കാര്യങ്ങളിലായിരിക്കാം, ഒരു പുഞ്ചിരി ചെയ്യുന്നതായിരിക്കാം, ലിസ്ണിങ്ങിലായിരിക്കാം, ഒരു പുതിയ ടെക്നിക്കൽ അഡ്വാൻസ് കണ്ടുപിടിക്കുന്നതിലായിരിക്കും, ഒരു മരുന്നിനെക്കുറിച്ച് വായിക്കുന്നതിലായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള നിരന്തരമായിട്ടുള്ള നവീകരണവും ക്രിയേറ്റീവായിട്ടുള്ള ഇന്നൊവേറ്റീവായിട്ടുള്ള പ്രയോഗം വളരെ കൃത്യമായിട്ട് അത് വളരെ ആവശ്യമാണെന്ന് തോന്നുന്നു. കാരണം എപ്പോഴും നമ്മളിപ്പോൾ നഴ്സുമാരെ കുറ്റം പറയുമ്പോഴും ഡോക്ടർമാരെ കുറ്റം വളരെ യാന്ത്രികമായി പോകുന്ന വളരെ മെക്കാനിക്കലായിട്ടുള്ളൊരു ഹെൽത്ത് കെയറിനെയാണ് നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യുന്നത്. പക്ഷേ എന്തുകൊണ്ട് ഈ മെക്കാനിക്കലായിട്ടുള്ള ഹെൽത്ത് കെയറിലേക്ക് അവർ എത്തിച്ചേർന്നു എന്നുള്ളത് അവിടെ പഠനത്തിൻ്റെ കുറവുണ്ട്, അവിടെ സ്വയം നവീകരിക്കുന്നതിൻ്റെയും ക്രിയേറ്റിവിറ്റിയുടെയും ഇന്നോവേഷൻ്റെയും അതെങ്ങനെ ജോലിയിൽ അപ്ലൈ ചെയ്യാം എന്നുള്ള ഒരു തോട്ടിൻ്റെയും കുറവുണ്ട്. അത് കൂടി നമ്മൾ വളരെയധികം അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒരു ഇഷ്യൂ ആണ്. നമ്മൾ അനുകമ്പയോടുകൂടി പെരുമാറണം എന്ന് നമ്മൾ ആവശ്യപ്പെടുമ്പോഴും ഇപ്പോൾ ആരോഗ്യ പ്രവർത്തകർക്ക് നേരെയുള്ള ഒരുപാട് അക്രമങ്ങൾ കേരളത്തിൽ അടുത്ത കാലത്ത് വളരെയധികം കൂടിക്കൊണ്ടിരിക്കുന്നു, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പം ഇത് ആ ഒരു ഇഷ്യൂ സോൾവ് ചെയ്യാനായിട്ട് ഒന്ന് രണ്ട് ഒരു എന്താ പറയുക റൂൾസ് വരും, അത് അവിടെ തീർന്നു പോവുകയാണ്. പക്ഷേ ബേസിക് ആയിട്ടുള്ള ഒരു കോർ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു മനസ്സിലാക്കലിൽ നമ്മളുടെ ഒരു മനസ്സിലുള്ള ഒരു ഗുഡ് ഇൻറ്റൻറ്റ് പുറത്തെ ആളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ വാട്ടെവർ ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ആശയവിനിമയം ഈ ഡോക്ടർ രോഗി ബന്ധത്തിൽ വളരെയധികം കോംപ്രമൈസ്ഡ് ആണ്. അതിന് പല കാരണങ്ങളുണ്ട്. അതാണ് ഈ WHO ഡോക്യുമെൻറ്റിൽ ബാരിയേഴ്സ് ടു കമ്പാഷൻ എന്നുള്ള രീതിയിൽ വരുന്നത്. അതിൽ ഒന്നാമത്തെ ബാരിയർ ടൈമാണ്, ടൈം റിസോഴ്സ് എന്നുള്ളതാണ്. അതായത് ഇന്നും ഗവൺമെൻറ് കേരളത്തിലെ ഗവൺമെൻറ് സംവിധാനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡോക്ടർ മിനിമം ഒരു 100-150 രോഗികളെ എല്ലാ ദിവസവും കാണുന്നുണ്ട്. അപ്പം 9 മണി മുതൽ 2 മണി വരെയുള്ള OPയിൽ ഇത്രയും സമയം കാണുമ്പോൾ മേ ബി ഒരു പേഷ്യൻറ്റിന് 1-2 മിനിറ്റാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആ സമയത്തിൻ്റെ ഉള്ളിൽ നമ്മൾ എങ്ങനെയാണ് ഇത്തരം വലിയ ഓഡേഷ്യസ് ആയിട്ടുള്ള ഗോൾസ് ആയിട്ട് മുന്നേറുക എന്നുള്ളത് ഇറ്റ്സ് ഇമ്പോസിബിൾ. എന്തുകൊണ്ടാണ് ഈ സമയപരിമിതി വരുന്നത്? നമുക്ക് ആവശ്യത്തിന് വർക്ക് ഫോഴ്സ് ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. അപ്പം അത്തരം പിന്നെ അതുപോലെ തന്നെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള വളരെ കൺസ്ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു റിസോഴ്സസിൻ്റെ ഇടയിലാണ് പല ഡോക്ടർമാരും വർക്ക് ചെയ്യുന്നത്. എല്ലാത്തരം സൗകര്യങ്ങളും ഉണ്ടാവില്ല. അപ്പം അത് ക്ലിനിക്കൽ ഡയഗ്നോസിസിനെ ആയാലും നമുക്ക് ഫോർ എക്സാമ്പിൾ സർജിക്കലായിട്ടുള്ള കാര്യങ്ങളെ ആയാലും അത് വേണ്ട വിധത്തിൽ അഡ്രസ്സ് ചെയ്യാൻ ചിലപ്പോൾ നമുക്ക് പറ്റുന്നുണ്ടാവില്ല. അതേപോലെ തന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ബാരിയേഴ്സ് ഉണ്ട്. അതായത് പ്രോപ്പറായിട്ടുള്ള ഇപ്പം അനുകമ്പ എന്ന് പറയുന്ന ഒരു ആശയം ഇതിൽ ഉൾച്ചേർന്നിരിക്കുന്നൊക്കെ നമ്മൾ പറയുമ്പോൾ പലപ്പോഴും അതിൻ്റെ ഒരു ലീഡർഷിപ്പ് വരുന്നത് വളരെ അത്യാവശ്യമാണ്. ഇത് പൂർണ്ണമായും മനസ്സിലാക്കുന്ന ഒരു സ്റ്റേറ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റിൻ്റെ ഗവൺമെൻറ് പോളിസിയും അതിൻ്റെ ഒരു അഡ്വക്കസിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ അനുകമ്പയെക്കുറിച്ച് പറയുമ്പോൾ ഒരു പ്രൈവറ്റ് സെക്ടറിലും ഗവൺമെൻറ് സെക്ടറിലുമുള്ള ഒരു വ്യത്യാസവും അത് വളരെ പ്രകടമാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ തിരക്കുള്ള ഒരു ഗവൺമെൻറ് ആശുപത്രിയിൽ ഒരു ഡോക്ടർക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഒരു പരിമിതിയുണ്ട് സമയത്തിൻ്റെ കാര്യത്തിലും. അത് ഓരോ രോഗിക്കും സ്പെൻഡ് ചെയ്യാവുന്ന സമയം, പിന്നെ വിഭവങ്ങളുടെ ഒരു പരിമിതി, അത്തരം കാര്യങ്ങളൊക്കെ വളരെ റിയലാണ് കേരളത്തിലെ അവസ്ഥയിൽ. എന്നാൽ നമ്മൾ ഒരു സാമ്പത്തികമായിട്ട് കുറച്ചും കൂടി എഫോർഡബിലിറ്റി ഉള്ള ഒരാൾക്ക് മെച്ചപ്പെട്ട അനുകമ്പയോട് കൂടിയുള്ള ആരോഗ്യം സീക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ഒരു ചോദ്യമാണ്. ഇന്നത്തെ റിയാലിറ്റിയിൽ അത് വളരെ ഉണ്ടെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എംപതി വളരെ വിൽക്കപ്പെടുന്ന ഒരു മാർക്കറ്റിൻ്റെ ടൂളായിട്ട് എപ്പോഴും ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പം നമ്മൾ സാധാരണ ഒരു ഹോട്ടലിൽ പോയാൽ, ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ പോയാലും ഉണ്ടാവുന്ന ഒരു വ്യത്യാസം പോലെ
അത് എല്ലാ മേഖലകളിലും എമ്പത്തിക്ക് വളരെയധികം പ്ലേസ് ഉണ്ടെന്നും ഈവൻ ഇപ്പം നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ പറ്റി പറയുമ്പോൾ നമുക്ക് എമ്പത്തറ്റിക്കായി നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇമേജസ് ആണ് AI നമുക്ക് തരുന്നത്. അതുപോലെ തന്നെ എമ്പത്തിക്ക് ഒരു മാർക്കറ്റ് തീർച്ചയായിട്ടും ഉണ്ട്. അത് പണവുമായി ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മാർക്കറ്റ് തന്നെയാണ്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഒരു വളരെ ഹൈടെക് ആയിട്ടുള്ള ഒരു പ്രൈവറ്റ് സെക്ടർ ഹോസ്പിറ്റലിൽ പോയാൽ ഇത്തരം കാര്യങ്ങൾ അവിടെ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് ഒരു പരിധിവരെ. അതായത് ഒരു ഡോക്ടർക്ക് എത്ര സമയം രോഗിയുമായിട്ട് ഇടപഴകാനുള്ള സമയം കിട്ടുന്നു, എത്രത്തോളം ഡോക്ടർ രോഗി പ്രപ്പോർഷൻ എങ്ങനെയാണ്, നേഴ്സും രോഗിയും തമ്മിലുള്ള പ്രപ്പോർഷൻ എങ്ങനെയാണ്, രോഗി വെയിറ്റ് ചെയ്യേണ്ടി വരുന്ന വെയിറ്റിംഗ് ടൈം എത്ര കുറവാണ്, അല്ലെങ്കിൽ വെയിറ്റിംഗ് ടൈം എങ്ങനെ ക്വാളിറ്റി വെയിറ്റിംഗ് ടൈം ആക്കി മാറ്റുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ എമ്പത്തി പ്രാവർത്തികമാക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി വരുന്ന വ്യത്യാസങ്ങളാണ്. അപ്പം എമ്പത്തി വരുമ്പോൾ അതിൽ വ്യത്യാസമുണ്ട്. പക്ഷേ ഇത് ആർക്കൊക്കെ എഫോർഡ് ചെയ്യാം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അവിടെയാണ് നമുക്ക് സാമ്പത്തികവും സാമൂഹികവുമായിട്ടുള്ള തരംതിരിവ് അല്ലെങ്കിൽ വ്യത്യാസങ്ങൾ വലിയ ഈ ഒരു എമ്പത്തറ്റിക് കെയറിൻ്റെ മേഖലയിലും അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി കെയറിൻ്റെ മേഖലയിലും വലിയ സ്വാധീനം തീർച്ചയായിട്ടും ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. സമയം കേരളത്തിലെ സാഹചര്യത്തിൽ ഒരു ആരോഗ്യ പ്രവർത്തകന് വളരെയധികം വലിയൊരു ചലഞ്ചാണ്. നമ്മുടെ സിസ്റ്റം വളരെ ഓവർ ബേർഡൻഡ് ആണ്. അത് വളരെ വർഷങ്ങളായിട്ട് അങ്ങനെ നിന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതിൻ്റെ പ്രശ്നം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓവർ ബേർഡൻ സിസ്റ്റത്തിൽ ഓരോ അതിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഓരോ വ്യക്തിയും അത് ഒരു കോഗ്വീൽ പോലെയാണല്ലോ. അപ്പോൾ അതിൽ നമ്മളുടെ ഒരു മാനുഷിക വശവും കൂടി പലപ്പോഴും അതിൽ പരിഗണിക്കേണ്ടതുണ്ട്. ഒരു ആരോഗ്യ പ്രവർത്തകൻ്റെ ഒരു മാനസിക വശം കൂടി അതിൽ പലപ്പോഴും ചെയ്യേണ്ടി വരുന്നുണ്ട്. അത് പരിഗണിക്കേണ്ട കാര്യമാണ്. വളരെയധികം എന്താ പറയുക, സ്ലീപ്പ് ഡിപ്രവേഷനെ കുറിച്ചിട്ടുള്ള ഒരുപാട് സ്റ്റഡീസ് നടന്നിട്ടുണ്ട്. അതായത് ഉറക്കം ശരിക്കും ഇല്ലെങ്കിൽ വളരെ ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ്. ശരിക്കും ഉറങ്ങാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമുക്ക് പിറ്റേ ദിവസം ഒരാളെ കാണുമ്പോൾ അയാൾ ഇപ്പം നമ്മൾ മിറർ ന്യൂറോൺസിനെ കുറിച്ചൊക്കെ പറയുമല്ലോ. വേറൊരാളുടെ മുഖത്തോട് നോക്കുമ്പോൾ നമുക്ക് അത്തരം ഇമോഷണൽ അല്ലെങ്കിൽ അതിന് സമാനമായിട്ടുള്ളൊരു ഇമോഷൻ നമുക്ക് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ മറ്റൊരാളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഉള്ള മൈക്രോ ഇമോഷൻസ് പലപ്പോഴും നമ്മൾ റെക്കഗ്നൈസ് ചെയ്യാൻ തടസ്സമാവുന്നുണ്ട് സ്ലീപ്പ് ഡിപ്രവേഷൻ. ഇതൊക്കെ വെൽ നോൺ ആയിട്ടുള്ള സ്റ്റഡീസാണ്. അപ്പം ഒരു ആരോഗ്യ പ്രവർത്തകൻ്റെ മാനസികമായിട്ടുള്ള ആരോഗ്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഉറക്കം. അപ്പോൾ ഈ ഉറക്കം കിട്ടാത്ത ഒരാൾ, ജോലി സംബന്ധമായ ഭാരം കൊണ്ട് ഉറക്കം കിട്ടാത്ത ഒരാളെ സംബന്ധിച്ച് അതിൽ പിന്നെ ഭയങ്കര ടെക്നിക്കലായിട്ടുള്ളൊരു കാര്യമാണ് അവിടെ നടക്കുന്നത്. അതിൽ കമ്പാഷൻ പലപ്പോഴും വർക്ക് ചെയ്യണമെന്നില്ല. അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യക്തിയോട് നമ്മൾ കമ്പാഷനറ്റായിട്ട് പെരുമാറാൻ പറയുന്നത് പോലും ചിലപ്പോൾ അയാൾക്കത് താങ്ങാൻ പറ്റില്ല. അപ്പം ഇത് സമയത്തിൻ്റെ കാര്യമാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് കോമ്പിറ്റൻസി. അതായത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള, അല്ലാണ്ട് ഒരുപാട് വളരെ എക്സോസ്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഓരോ പ്രൈമറി ഹെൽത്ത് സെൻറ്ററിലും നടക്കുന്നുണ്ട്. ഒരുപാട് ഏരിയ കവർ ചെയ്യുന്നുണ്ട്. അവിടുത്തെ ജനന മരണ നിരക്ക് മുതൽ അവിടെ പനി വന്നാലുള്ള കണക്ക് മുതൽ അവിടുത്തെ ഡിസബിൾഡ് ആയിട്ടുള്ള ആളുകളുടെ മാതൃശിശു സംരക്ഷണം, ഇതെല്ലാം ഒരു PHCയുടെ പരിധിയിൽ വരുന്നതാണ്. അപ്പോൾ ഇങ്ങനെ വളരെ ഓവർ ബേർഡൻഡ് ആയിട്ടുള്ള ആളുകളാണ് അതിൽ ഉള്ളതെങ്കിൽ അവർക്ക് അത് പലപ്പോഴും വേണ്ട രീതിയിൽ നിർവഹിക്കാൻ പറ്റണമെന്നില്ല. അതേസമയം തന്നെ നോളജ് അല്ലെങ്കിൽ ഒരു പ്രയോഗതലത്തിൽ വേണ്ട ഒരു കോമ്പിറ്റൻസിക്ക് പകരം നിൽക്കാൻ വേറെ ഒന്നുമില്ല. അത് കമ്പാഷൻ കൊണ്ട് നമുക്ക് ആ ഓട്ടം അടയ്ക്കാൻ പറ്റില്ല. നമുക്ക് ആ പുതിയ രീതികളനുസരിച്ച് നമ്മൾക്ക് നിരന്തരം നമ്മുടെ നോളജ് ലെവൽ ഇംപ്രൂവ് ചെയ്യുകയും അതിനനുസരിച്ച് നിലവിലുള്ള സിസ്റ്റത്തിൽ വ്യത്യാസങ്ങൾ വരുത്താൻ ഉള്ള ശ്രമങ്ങൾ ചെയ്യേണ്ടതുണ്ട്. റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ എനർജിയും റിസോഴ്സും ഉപയോഗിക്കുകയും റെലവൻ്റ് അല്ലാത്ത കാര്യങ്ങൾ പതുക്കെ ഒഴിവാക്കുകയും ചെയ്യുക. അങ്ങനെ അടിക്കടി അത്തരം ഒരു പുനർനവീകരണം ഈ മേഖലയിലും ആവശ്യമാണ്. വൺസ് ദ പ്രോട്ടോകോൾ ഇസ് സെറ്റ്, നമുക്ക് അതിലൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതല്ല. ഓരോ പ്രോജക്റ്റ് മുന്നോട്ട് പോകുമ്പോൾ അതിനനുസരിച്ചുള്ള ചേഞ്ചസ് അനുസരിച്ച് നമുക്കത് കുറച്ചും കൂടി റിസോഴ്സ് ഫ്രണ്ട്ലി ആൻഡ് എഫിഷ്യൻ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാനുള്ള സാധ്യതകളും എപ്പോഴും ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവേണ്ട കാര്യമാണ്. പിന്നെ ഒരു റിസോഴ്സാണ്. ഇപ്പം കേരളത്തിലെ ആരോഗ്യ സംവിധാനത്തെക്കുറിച്ച് പറയുമ്പോൾ വളരെയധികം സാധ്യതകളും വളരെയധികം നോളജ് ബേസും ഉള്ള ഒരു
ഒരു സമൂഹമാണ് കേരളത്തിലെ ഡോക്ടർമാർ. അത് അത് വളരെ യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ബ്രിട്ടനിലോ അല്ലെങ്കിൽ US പോയി മെഡിക്കൽ കെയർ ആക്സസ് ചെയ്യുന്നതിൽ പ്രയാസം അത് പലർക്കും നമുക്ക് അറിയാം. അത് എന്നാൽ കേരളം പോലുള്ളൊരു സ്ഥലത്ത് വളരെ ഹൈ ക്വാളിറ്റി കെയർ ആക്സസിബിൾ ആണ്. അത് നമ്മുടെ സമൂഹത്തിൻ്റെയും നമ്മുടെ സിസ്റ്റത്തിൻ്റെയും ഗുണമാണ്. അപ്പം ആ രീതിയിലുള്ള ഒരു മനസ്സിലാക്കൽ കൂടി രോഗികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടതുണ്ട്. ഇതൊന്നും ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല. ഇതെല്ലാം ഒരു ചികിത്സ ഫലിച്ചില്ല അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആരോപണങ്ങളുടെ ഒരു സത്യാവസ്ഥയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആരോപണങ്ങൾ പലപ്പോഴും ഒരു ഡോക്ടറുടെയും ഒരു സിസ്റ്റത്തിൻ്റെയും മുറയിൽ എങ്ങനെ തകർക്കുന്നു എന്നുള്ളതും വളരെയധികം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. സമയം, വിഭവം, കോമ്പിറ്റൻസ്, പ്രയോറിറ്റി മുതലായ ഈ ബാരിയേഴ്സ് ടു കമ്പാഷൻ എന്നുള്ള ഇതിൽ വരുന്ന ഡോക്യുമെൻറ്റിൽ പറയുന്ന സംഭവമാണ്. ഇത് ആർക്കാണ് ഇന്നത്തെ സാഹചര്യത്തിൽ അറ്റ്ലീസ്റ്റ് കേരളത്തിലെങ്കിലും കൂടുതൽ നന്നായി നിർവഹിക്കാൻ പറ്റുക? ഗവൺമെൻറ് സംവിധാനങ്ങൾക്കാണോ ഗവൺമെൻറ്റിന് പുറത്തു നിൽക്കുന്ന സംവിധാനങ്ങൾക്കാണോ? അങ്ങനെ വരുമ്പോൾ ഉത്തരം ഗവൺമെൻറ്റിന് പുറത്തു നിൽക്കുന്ന സംവിധാനങ്ങൾക്കാണ് ഇപ്പോൾ പറ്റുന്നത് എന്നുള്ളതാണ്. എന്നാൽ ചില മേഖലകളിൽ, ഫോർ എക്സാമ്പിൾ പാലിയേറ്റീവ് കെയർ, മാതൃശിശു സംരക്ഷണം, ഇത്തരം കാര്യങ്ങളിലൊക്കെ ഗവൺമെൻറ് സിസ്റ്റം വളരെയധികം എഫിഷ്യൻ്റ് ആണ്, വളരെയധികം മുന്നോട്ട് പോയിട്ടുണ്ട്. എന്നാൽ ഈ ഓവർ ബേർഡൻഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിൽ ജീവനക്കാർക്ക് വളരെയധികം കമ്പാഷനറ്റ് കെയർ കൊടുക്കുക എന്നുള്ളത് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും പറ്റാത്തൊരു കാര്യമാണ്. ആ ഒരു റിയാലിറ്റിയും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആരോഗ്യ പരിചരണ രംഗത്ത് ലോകാരോഗ്യ സംഘടന ശ്രദ്ധേയമായ പല മാറ്റങ്ങളും പല ആശയങ്ങളും ആക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട്. പ്രധാനമായും ഒരു സോഷ്യൽ ജസ്റ്റിസിലും ഇക്വിറ്റിയിലും ഹ്യൂമൻ ഡിഗ്നിറ്റിയിലും ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് കെയർ എക്സ്പീരിയൻസ് എങ്ങനെയാണ് എല്ലാവർക്കും എനി പേഴ്സൺ എനിവെയർ എങ്ങനെയാണ് അത് ആക്സസിബിൾ ആക്കുക, എങ്ങനെയാണത് എഫോർഡബിലിറ്റി അത് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ള ഒരുപാട് ചോദ്യങ്ങളും ഒരുപാട് പ്രവർത്തനങ്ങളും ആ രീതിയിൽ മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് കമ്പാഷൻ ഇതിലൊരു വളരെ പ്രധാനപ്പെട്ട ഒരു എലിമെൻ്റ് ആണെന്നും കമ്പാഷനറ്റ് ആയിട്ടുള്ള ഹെൽത്ത് സിസ്റ്റംസ് ഹെൽത്ത് കെയറിൻ്റെ ക്വാളിറ്റി ആൻഡ് ഗുണമേന്മ വളരെയധികം വർദ്ധിപ്പിക്കുന്നു എന്ന്, അതിൻ്റെ എഫിഷ്യൻസി വളരെയധികം കൂട്ടുന്നു എന്നുള്ളതൊക്കെ വളരെയധികം ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസിനെ കുറിച്ച് പറയുമ്പോഴും അതിനെ തുടർന്ന് ഉണ്ടായിട്ടുള്ള ഒരു വളരെ പൊതുജനാരോഗ്യ രംഗത്തുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, പ്രധാനമായും അയൽമാട്ടോ കോൺഫറൻസും അസ്താന കോൺഫറൻസും ഒക്കെ മുന്നോട്ട് വെക്കുന്ന ഒരു ഹെൽത്ത് കെയർ മോഡൽ പ്രാവർത്തികമാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പുസ്തകം ലോകാരോഗ്യ സംഘടന 2024 നവംബറിൽ പുറത്തിറക്കിയത്. അപ്പോൾ അത് ഇന്ത്യൻ സാഹചര്യത്തിൽ, കേരളത്തിലെ സാഹചര്യത്തിൽ അത് വളരെയധികം പ്രധാനമാണ് എന്ന് തോന്നിയ ഒരു സാഹചര്യത്തിലാണ് നമ്മളത് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടേണ്ടതുണ്ട്. അത് പരിഭാഷപ്പെടുത്തുകയും അത് എല്ലാ ആരോഗ്യ പ്രവർത്തകർക്കും ആക്സസിബിൾ ആവണം. അതേസമയം ഇതിനെ തുടർന്നുള്ള ചർച്ചകളും ഇതിനെ തുടർന്നുള്ള ആരോഗ്യരംഗത്ത് അത് മൂലമുണ്ടാകുന്ന ഗുണഫലങ്ങളും എല്ലാവർക്കും ബോധ്യത്തിൽ വരേണ്ടതുണ്ട് എന്നുള്ള ഒരു ചിന്തയും ഇതിൻ്റെ പിറകിലുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പേഴ്സണൽ ജേർണി കൂടിയാണ്. കാരണം കമ്പാഷൻ നമ്മൾ എല്ലാ ഡോക്ടർമാരുടെയും ആഗ്രഹമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ അതേസമയം തന്നെ അതിലേക്ക് നമുക്ക് പോകാനായിട്ട് ഒരുപാട് തടസ്സങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു പൊതുവെ പറയില്ലേ, നമ്മൾ കലയിൽ ഏർപ്പെടുന്നതും മറ്റ് പുസ്തകം വായിക്കുന്നതൊക്കെ കമ്പാഷൻ വളർത്തും എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഒരു ഗവൺമെൻറ് കോളേജിൽ MBBS കേരളത്തിൽ പഠിച്ച ഒരാൾ എന്നുള്ള രീതിയിൽ എനിക്ക് എൻ്റെ ബിരുദ തലത്തിൽ ഒരു ലാംഗ്വേജ് പഠിക്കാനോ ഒരു ലിറ്ററേച്ചർ വായിക്കാനോ അത്തരത്തിലുള്ളൊരു എക്സ്പോഷറും ഇപ്പോഴും ഇല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഞങ്ങൾ ടെക്നിക്കലായിട്ടുള്ള മെഡിസിൻ മാത്രമാണ് പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് മിസ് ചെയ്ത് പോകുന്നത് എന്നുള്ളത് ഒരു തരത്തിൽ ഒരു ലെവൽ കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പം ഈ കമ്പാഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ, കമ്പാഷൻ ഇൻഹറൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണോ? കമ്പാഷൻ പഠിപ്പിച്ചെടുക്കാൻ പറ്റും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ് പൊതുവെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതും. കാരണം ഇത് എല്ലാവരുടെയും ഉള്ളിലുള്ള ഒരു കാര്യമാണ്. പക്ഷെ അതിൻ്റെ പുറമേയുള്ള എക്സ്പ്രഷൻ പലപ്പോഴും പല സാഹചര്യങ്ങൾ കൊണ്ട് അത് നടക്കണമെന്നില്ല. പക്ഷെ ഈ
നമ്മുടെ ഉള്ളിലുള്ള ഈ കമ്പാഷനറ്റ് ആയിട്ടുള്ള ബിഹേവിയറിനെ ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായി പുറത്ത് കൊണ്ടുവരികയും അത്തരം കമ്പാഷനറ്റ് സിസ്റ്റംസ് ഉണ്ടാക്കുകയും ചെയ്യുമ്പോഴാണ് അത് ഹെൽത്ത് കെയറിൽ അത് എഫിഷ്യൻസി ക്വാളിറ്റി കൂട്ടുക എന്നുള്ള രീതിയിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുക. ഞാനും എൻ്റെ പാർട്ട്ണർ മനുവും കൂടി 2007-8 തോന്നുന്നു ദയ ഹോസ്പിറ്റലായിട്ട് സഹകരിച്ച് നാടകത്തിന് ആശുപത്രിയിൽ എന്ത് കാര്യം എന്നുള്ള ഒരു ലേഖനം പണ്ട് എഴുതിയിരുന്നു. അപ്പോൾ അതിലേക്ക് ഫോർ എക്സാമ്പിൾ ഒരു ബെഡ് സൈഡ് ആയിട്ടുള്ള ഒരു മാനേഴ്സ് ഒരു മെഡിക്കൽ വിദ്യാർത്ഥിയെ പഠിപ്പിക്കുമ്പോൾ ഒരു രോഗിയോട് എങ്ങനെയാണ് നമ്മൾ പൊതുവെ പറയുന്ന ബ്രേക്കിംഗ് ദ ബാഡ് ന്യൂസ് എങ്ങനെയാണ് അത് എംപത്തറ്റിക് ആയിട്ട് ഒരാളോട് പെരുമാറുക, ഒരാളോട് കൺവേ ചെയ്യുക എന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അതിൽ കലയ്ക്കും ആർട്ടിനും തിയേറ്ററിനും ബോഡി ലാംഗ്വേജും ഗെസ്റ്റേഴ്സും ഉപയോഗിക്കേണ്ടതും ടോൺ, സംസാരത്തിൻ്റെ ടോൺ മോഡുലേഷൻ അതൊക്കെ ഒരുപാട് റോളുണ്ട്. അപ്പം ഇത്തരം ഒരുപാട് ആരോഗ്യ സംവിധാനങ്ങളുടെ പുറത്ത് നിൽക്കുന്ന എലൈഡ് ആയിട്ടുള്ള മറ്റു മേഖലകളിലെയും നോളജും നമുക്ക് ആവശ്യമുണ്ട്. ഇപ്പോഴത്തെ വൈദ്യശാസ്ത്ര കരിക്കുലത്തിൽ നമുക്ക് ഇത്തരം ഗുണപരമായ കുറേ മാറ്റങ്ങൾ തിയറി ലെവലിൽ വന്നിട്ടുണ്ട്. അത് പ്രാക്ടീസ് ലെവലിലും നമുക്ക് അപ്ലൈ ചെയ്യാനും അതിലൂടെ നമ്മളുടെയും നമ്മൾക്ക് ചുറ്റുമുള്ള ആളുകളുടെയും ജീവിതത്തെ കുറച്ചുകൂടി മെച്ചപ്പെടുത്താനും കുറച്ചും കൂടി സമ്പുഷ്ടമാക്കാനും സാധിക്കുമെങ്കിൽ അത് വളരെയധികം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു.